ഡിയർ സ്റ്റുഡൻസ്, നമ്മളുടെ നെക്സ്റ്റ് സ്റ്റോറി എന്താണ്? ആര്യ ഇൻ ദി കോക്പിറ്റ്. അപ്പോൾ കോക്പിറ്റ് എന്താണെന്ന് എല്ലാവർക്കും അറിയുമോ? നമ്മൾ ഫ്ലൈറ്റിൽ പൈലറ്റും കോ പൈലറ്റും ഒക്കെ ഇരിക്കുന്ന ഏരിയയാണ് കോക്പിറ്റ്. നമുക്ക് സ്റ്റോറി എന്താണെന്ന് നോക്കാം. ആര്യ ഓൾവേസ് വാണ്ടഡ് ടു ഫ്ലൈ. വെൻ ഷി വാസ് 4 years old, she wanted to be Rosamma. Arya saw her at the circus. Rosamma was a trapeze artist. Arya wanted to fly in the air from swing to swing. Her clothes would glitter like Rosamma's. Hundreds of people would clap for her. She would eat cotton candy every day. Her best friend would be a clown. നമുക്ക് സ്റ്റോറി എന്താണെന്ന് നോക്കാം. ആര്യ ഓൾവേസ് വാണ്ടഡ് ടു ഫ്ലൈ. ആര്യയ്ക്ക് എപ്പോഴും എന്തായിരുന്നു? പറക്കണം, ഫ്ലൈ ചെയ്യണമെന്നായിരുന്നു ആര്യയുടെ എപ്പോഴുള്ള ആഗ്രഹം. വെൻ ഷി വാസ് 4 years old, ഷി വാണ്ടഡ് ടു ബി റോസമ്മ. 4 വയസ്സായിരുന്ന സമയത്ത് ആര്യയ്ക്ക് റോസമ്മ ആവണമെന്നായിരുന്നു ആര്യയുടെ ആഗ്രഹം. ആരാണ് റോസമ്മ? ആര്യ സോ ഹെർ അറ്റ് ദ സർക്കസ്. റോസമ്മ വാസ് എ ട്രപ്പീസ് ആർട്ടിസ്റ്റ്. ആര്യ റോസമ്മേനെ സർക്കസിലാണ് കണ്ടിട്ടുള്ളത്. ഒരു ട്രപ്പീസ് ആർട്ടിസ്റ്റ് ആയിരുന്നു. എന്താണ് ട്രപ്പീസ് ആർട്ടിസ്റ്റ്? നമ്മൾ സർക്കസിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ? ഇങ്ങനെ ഒരു ഊഞ്ഞാലിൽ നിന്ന് വേറൊരു ഊഞ്ഞാലിലേക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചാടിക്കളിക്കുന്നത്. അതും താഴെ ആയിരിക്കില്ല, ഊഞ്ഞാൽ മുകളിലായിരിക്കും അല്ലേ? അപ്പോൾ അങ്ങനെയുള്ളവരാണ് ട്രപ്പീസ് ആർട്ടിസ്റ്റുകൾ. അപ്പോൾ നമ്മുടെ ആര്യയ്ക്ക് റോസമ്മ ആവണമെന്നായിരുന്നു ആഗ്രഹം. ആര്യ വാണ്ടഡ് ടു ഫ്ലൈ ഇൻ ദ എയർ ഫ്രം സ്വിങ് ടു സ്വിങ്. ആര്യയ്ക്കും അങ്ങനെ ഒരു സ്വിങ്ങിൽ നിന്ന് മറ്റൊരു സ്വിങ്ങിലേക്ക് എപ്പോഴും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഫ്ലൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഹെർ ക്ലോത്ത്സ് വുഡ് ഗ്ലിറ്റർ ലൈക്ക് റോസമ്മാസ്. അങ്ങനെ ട്രപ്പീസ് കളിക്കാരിയാണെങ്കിൽ റോസമ്മയുടെ പോലെ നല്ല ഗ്ലിറ്റർ ചെയ്യണ ക്ലോത്ത്സൊക്കെ ആര്യയ്ക്ക് ഉണ്ടാവുമായിരുന്നു. ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ വുഡ് ക്ലാപ്പ് ഫോർ ഹെർ. 100 കണക്കിന് ആൾക്കാർ കൈയടിക്കുമായിരുന്നു. ഷി വുഡ് ഈറ്റ് കോട്ടൺ ക്യാൻഡി എവറി ഡേ. എല്ലാ ദിവസവും കോട്ടൺ ക്യാൻഡി കഴിക്കാമായിരുന്നു. കോട്ടൺ ക്യാൻഡി എന്താണ്? പഞ്ഞിമിഠായി. അങ്ങനെയുള്ള മിഠായികൾ കഴിക്കാമായിരുന്നു. ഹെർ ബെസ്റ്റ് ഫ്രണ്ട് വുഡ് ബി എ ക്ലൗൺ. അതുപോലെ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരായിരിക്കും? ഒരു ക്ലൗൺ ആയിരിക്കും അല്ലേ? അതുകൊണ്ട് തന്നെ ആര്യയ്ക്ക് റോസമ്മ ആവാനായിരുന്നു ആഗ്രഹം. വി ഹാവ് എ ക്വസ്റ്റ്യൻ ഹിയർ. എന്താണ് ക്വസ്റ്റ്യൻ? ഹു ഡിഡ് ആര്യ വാണ്ട് ടു ബി വെൻ ഷി വാസ് 4 years old ആൻഡ് വൈ? ആര്യയ്ക്ക് 4 years ആയിരുന്ന സമയത്ത് ആര്യയ്ക്ക് ആരാവാനായിരുന്നു ആഗ്രഹം? എന്തുകൊണ്ട്? എന്താണ്? വെൻ ആര്യ വാസ് 4, ഷി വാണ്ടഡ് ടു ബി റോസമ്മ ബിക്കോസ് റോസമ്മ വാസ് എ ട്രപ്പീസ് ആർട്ടിസ്റ്റ്. ആര്യ വാണ്ടഡ് ടു ഫ്ലൈ ഫ്രം സ്വിങ് ടു സ്വിങ് ലൈക്ക് ഹെർ. ആര്യയ്ക്ക് 4 years ആയിരുന്ന സമയത്ത് ആര്യയ്ക്ക് റോസമ്മ ആവണമെന്നായിരുന്നു ആഗ്രഹം. എന്തുകൊണ്ടാണ്? റോസമ്മ ഒരു ട്രപ്പീസ് ആർട്ടിസ്റ്റാണ്. ആര്യയ്ക്ക് റോസമ്മയെ പോലെ ഒരു സ്വിങ്ങിൽ നിന്ന് വേറൊരു സ്വിങ്ങിലേക്ക് ഇങ്ങനെ ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുകൊണ്ടാണ് റോസമ്മ ആവാൻ വേണ്ടിയിട്ട് ആര്യ ആഗ്രഹിച്ചിരുന്നത്. പിന്നെ നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോകാം. വെൻ ആര്യ വാസ് 8 years old, ഷി വാണ്ടഡ് ടു ബി കൽപ്പന ചൗള. ഷി മെയ്ഡ് ഹെർസെൽഫ് ആൻ ഓറഞ്ച് സ്പേസ് സ്യൂട്ട്. ഷി വോർ ഇറ്റ് ഡേ ആൻഡ് നൈറ്റ്. ആര്യ, aren't you feeling hot in that suit? Astronauts have to get used to the suit, Amma. Space is not as safe as the Earth is. My suit will protect me. When Arya was 12 years old, she wanted to be Amelia Earhart. She built a model plane for her school project. It couldn't fly, but she still got the second prize. Arya even got a haircut like Amelia. So, എന്താണ് ഇവിടെ? When Arya was 8 years old, she wanted to be കൽപ്പന ചൗള. ആര്യയ്ക്ക് 8 വയസ്സായ സമയത്ത് ആര്യയ്ക്ക് ആരാവണമെന്നായിരുന്നു ആഗ്രഹം? കൽപ്പന ചൗള ആവണമെന്നായിരുന്നു ആഗ്രഹം. കൽപ്പന ചൗളയെക്കുറിച്ച് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് അല്ലേ? കൽപ്പന ചൗള ഫസ്റ്റ് വുമൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ അല്ലേ? ഇന്ത്യൻ വംശജയായ ആദ്യത്തെ വുമണാണ്. സ്പേസിലേക്ക് പോയ ആദ്യത്തെ വുമണാണ് കൽപ്പന ചൗള. കൽപ്പന ചൗള ആദ്യം 1997 സ്പേസിലേക്ക് പോയി തിരിച്ചു വന്നു. പിന്നെ വീണ്ടും 2003 സ്പേസിലേക്ക് പോയി. പക്ഷേ തിരിച്ചു വരുന്ന സമയത്ത് ആ ഷട്ടിൽ ബ്രോക്കായി. അങ്ങനെയാണ് കൽപ്പന ചൗളയെ നമുക്ക് നഷ്ടമായത്. സോ ആര്യയ്ക്ക് ആരാവണമെന്നായിരുന്നു ആഗ്രഹം? കൽപ്പന ചൗള ആവണമെന്നായിരുന്നു ആഗ്രഹം. ഷീ മെയ്ഡ് ഹെർസെൽഫ് ആൻ ഓറഞ്ച് സ്പേസ് സ്യൂട്ട്. ഇപ്പോൾ സ്പേസിലൊക്കെ പോണവരുടെ ഡ്രസ്സ് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ കൽപ്പന ചൗളയുടേതുപോലെ തന്നെ ഒരു ഓറഞ്ച് സ്പേസ് സ്യൂട്ടൊക്കെ ആര്യയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി. ഷീ വോർ ഇറ്റ് ഡേ ആൻഡ് നൈറ്റ്. രാവിലെയും രാത്രിയും ഒക്കെ ആ ഡ്രസ്സാണ് ഇട്ടിട്ടാണ് ആര്യ നടക്കാറ്. ആര്യ, ആറിൻ്റ് യു ഫീലിംഗ് ഹോട്ട് ഇൻ ദാറ്റ് സ്യൂട്ട്? നിനക്ക് ആ ഡ്രസ്സിൽ നിനക്ക് ചൂടെടുക്കണില്ലേ എന്ന് അമ്മ ചോദിക്കുകയാണ്. ആസ്ട്രോണറ്റ്സ് ഹാവ് ടു ഗെറ്റ് യൂസ്ഡ് ടു ദാറ്റ് സ്യൂട്ട് അമ്മ. നമ്മളിത് ഈ ഡ്രസ്സ് ഇട്ടിട്ട് നമ്മൾ യൂസ്ഡ് ആവണം അമ്മ. സ്പേസ് ഈസ് നോട്ട് ആസ് സേഫ് ആസ് ദി എർത്ത് ഈസ്. മൈ സ്യൂട്ട് വിൽ പ്രൊട്ടക്ട് മീ. എർത്ത് പോലെ അത്ര സേഫ് ആയിട്ടുള്ള സ്ഥലമൊന്നും അല്ല സ്പേസ് എന്ന് പറയുന്നത്.
അവിടെ എന്നെ ഈ സ്യൂട്ട് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് യൂസ്ഡ് ആവണം ഈ ഡ്രസ്സ് ഇട്ടിട്ട്, അതുകൊണ്ടാണ് ഞാനത് ഇടണേന്ന് ആര്യ പറയുകയാണ്. നെക്സ്റ്റ് എന്താണെന്ന് നോക്കിയേ. വെൻ ആര്യ വാസ് 12 years old ഷീ വാണ്ടഡ് ടു ബി അമേലിയ എർഹാർട്ട്. ആര്യയ്ക്ക് 12 years ആയപ്പോൾ ആര്യയ്ക്ക് ആരാവണം എന്നായിരുന്നു ആഗ്രഹം? അമേലിയ എർഹാർട്ട്. അമേലിയ എർഹാർട്ട് പറയുന്നത് ഒരു ഫേമസ് പൈലറ്റ് ആയിരുന്നു. അമേലിയയാണ് അറ്റ്ലാന്റിക് ഓഷൻ്റെ മുകളിലൂടെ ഒറ്റയ്ക്ക് ഫ്ലൈ ചെയ്ത ഫസ്റ്റ് വുമൺ. പിന്നെ ഒരുപാട് ഫ്ലൈയിങ് റെക്കോർഡ്സൊക്കെ അമേലിയ എർഹാർട്ടിന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ 1937 ലോകം മുഴുവൻ ഫ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അമേലിയ തീരുമാനിക്കുകയും അങ്ങനെ ആ പോകുന്ന യാത്രയിൽ അമേലിയയുടെ പ്ലെയിന് ഡിസപ്പിയർ ആയി പോവുകയാണ്. പിന്നെ അമേലിയയെ കണ്ടിട്ടില്ല. സോ അമേലിയ എർഹാർട്ട് ആവാനായിരുന്നു ആര്യയുടെ ആഗ്രഹം. ഷി ബിൽറ്റ് എ മോഡൽ പ്ലെയിൻ ഫോർ സ്കൂൾ പ്രൊജക്റ്റ്. അപ്പോൾ ആര്യയുടെ സ്കൂൾ പ്രൊജക്റ്റിന് ഒരു മോഡൽ പ്ലെയിനൊക്കെ പ്രിപ്പയർ ചെയ്തു. ഇറ്റ് കുഡിൻ ഫ്ലൈ, അത് ഫ്ലൈ ചെയ്യിക്കാനൊന്നും പറ്റില്ല. ബട്ട് ഷീ സ്റ്റിൽ ഗോട്ട് ദ സെക്കൻഡ് പ്രൈസ്. എന്നാലും ആര്യയ്ക്ക് അതിൽ സെക്കൻഡ് പ്രൈസ് കിട്ടി. ആ പ്രൊജക്റ്റിൽ ആ ഫ്ലൈ ചെയ്യിക്കാനൊന്നും പറ്റിയില്ല, എങ്കിലും സെക്കൻഡ് പ്രൈസ് കിട്ടി. ആര്യ ഈവൻ ഗോട്ടെ ഹെയർ കട്ട് ലൈക്ക് അമേലിയ. അതുപോലെ തന്നെ അമേലിയയുടെ ഒരു ഹെയർ കട്ടൊക്കെയാണ് ആര്യ ആ സമയത്ത് ഫോളോ ചെയ്തിരുന്നത്. സോ ഹിയർ വി ഹാവ് എ ക്വസ്റ്റ്യൻ. എന്താണ് ക്വസ്റ്റ്യൻ? വാട്ട് ഇൻസ്പയർഡ് ആര്യ ടു വാണ്ട് ടു ബി കൽപ്പന ചൗള അറ്റ് ദ ഏജ് ഓഫ് 8 ആൻഡ് ഹൗ ഡിഡ് ഷീ പ്രിപ്പയർ ഫോർ ദിസ് ഡ്രീം? എന്തുകൊണ്ടാണ് ആര്യ കൽപ്പന ചൗളയാവാൻ വേണ്ടി ഇൻസ്പയർ ആയത്, അതുപോലെ എങ്ങനെയാണ് ആ ഡ്രീമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തതെന്ന്. അപ്പോൾ എന്താണ് ആൻസർ? ആര്യ വാണ്ടഡ് ടു ബി കൽപ്പന ചൗള ബിക്കോസ് ഷീ അഡ്മയർഡ് ആസ്ട്രോനട്സ്. ആസ്ട്രോനട്സിനെയൊക്കെ ഒരുപാട് ആരാധിക്കുന്ന, ഒരുപാട് ഇഷ്ടമുള്ള ആളായിരുന്നു ആര്യ. ടു പ്രിപ്പയർ ഷീ മെയ്ഡ് ആൻ ഓറഞ്ച് സ്പേസ് സ്യൂട്ട് ആൻഡ് വോർ ഇറ്റ് ഓൾ ദി ടൈം ടു ഗെറ്റ് യൂസ്ഡ് ടു ഇറ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആര്യ എന്താ ചെയ്തത്? ഒരു ഓറഞ്ച് സ്പേസ് സ്യൂട്ടൊക്കെ ഉണ്ടാക്കി, എന്നിട്ടത് എല്ലാ സമയവും അത് യൂസ്ഡ് ആവാൻ വേണ്ടിയിട്ട് ഡേയും നൈറ്റും എല്ലാ സമയവും അത് ഇട്ടുകൊണ്ട് നടന്നു അല്ലേ. അങ്ങനെയാണ് ഇതിനു വേണ്ടിയിട്ട് ആര്യ പ്രിപ്പയർ ചെയ്തത്. നമുക്കിനി നെക്സ്റ്റ് പേജിലേക്ക് പോകാം. Soon Arya heard of Angulia Bai, Kumudammal and Sarla Thakral, the first Indian women to fly a plane. Angulia Bai was just 16 years old. I can't wait till I'm a teenager. So you can drive? No. So you can vote? No. Then what? So I can fly. When Arya was 18 years old, she wanted to become a fighter pilot. Who are they, Chechi? Asked her little brother Raju, seeing a poster on her wall. They are Bhavana, Avani and Mohana, the first women to fly fighter planes in India. Are they your friends? Arya laughed. Maybe someday, Raju. So, ഇവിടെ എന്താണ്? Soon Arya heard of Angulia Bai, Kumudammal and Sarla Thakral, the first Indian women to fly a plane. ആദ്യമായിട്ട് പ്ലെയിൻ ഫ്ലൈ ചെയ്യിപ്പിച്ച ഇന്ത്യൻ സ്ത്രീകളായ അങ്കുലിയ ഭായ്, കുമുദമ്മാൾ ആൻഡ് സർല താക്രാൾ ഇവരെ കുറിച്ചിട്ട് ആര്യ കേൾക്കാനിടയായി. അങ്കുലിയ ഭായ് വാസ് ജസ്റ്റ് 16 years ഓൾഡ്. ആ സമയത്ത് അങ്കുലിയ ഭായ്ക്ക് വെറും 16 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഐ കാൺ വെയിറ്റ് ടിൽ ഐ എം എ ടീനേജർ. ഞാനൊരു ടീനേജർ ആവണ വരെയൊന്നും എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. സോ യു ക്യാൻ ഡ്രൈവ്. അപ്പോൾ നിനക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ? നോ. സോ യു ക്യാൻ വോട്ട്. സമയത്ത് നിനക്ക് വോട്ട് ചെയ്യാൻ പറ്റുമോ? നോ. ദെൻ വാട്ട്? പിന്നെന്താ ചെയ്യാൻ പറ്റുക? സോ ഐ ക്യാൻ ഫ്ലൈ. എനിക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റും. വെൻ ആര്യ വാസ് 18 years old, ഷീ വാണ്ടഡ് ടു ബിക്കം എ ഫൈറ്റർ പൈലറ്റ്. ആര്യയ്ക്ക് 18 years ഓൾഡ് ആയപ്പോൾ ആര്യയ്ക്ക് ആരാവണം എന്നായിരുന്നു ആഗ്രഹം? ഫൈറ്റർ പൈലറ്റ് ആവണം എന്നായിരുന്നു ആഗ്രഹം. ഫൈറ്റർ പൈലറ്റ് ഇല്ലേ, യുദ്ധവിമാനങ്ങൾ എന്നൊക്കെ പറയൂ അല്ലേ. അപ്പോൾ അതിൽ ഫൈറ്റർ പൈലറ്റ് ആവാനായിരുന്നു ആര്യയ്ക്ക് ആഗ്രഹം. ഹൂ ആർ ദേ ചേച്ചി? ആസ്ക് ഹർ ലിറ്റിൽ ബ്രദർ രാജു, സീയിങ് എ പോസ്റ്റർ ഓൺ ഹർ വാൾ. അപ്പോൾ ഒരു ദിവസം ആര്യയുടെ വാളിലുള്ള പോസ്റ്റർ നോക്കിയിട്ട് ആര്യയുടെ ബ്രദർ രാജു ചോദിക്കുകയാണ്, അതൊക്കെ ആരെയാണ് ചേച്ചി എന്ന് ചോദിക്കുകയാണ്. ദേ ആർ ഭാവന, അവനി ആൻഡ് മോഹന, ദ ഫസ്റ്റ് വിമൻ ടു ഫ്ലൈ ഫൈറ്റർ പ്ലെയിൻസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഫ്ലൈറ്റർ പ്ലെയിൻസ് ഫ്ലൈ ചെയ്യിപ്പിച്ച ഫസ്റ്റ് വിമനാണ് ആരൊക്കെ? ഭാവനയും അവനിയും മോഹനയും. ആർ ദേ യുവർ ഫ്രണ്ട്സ്? അവർ ചേച്ചിയുടെ ഫ്രണ്ട്സാണോ എന്ന് ചോദിക്കുകയാണ് രാജു. ആര്യ ലാഫ്റ്റ്. അപ്പോൾ ആര്യ ചിരിക്കുകയാണ്, എന്നിട്ട് പറയുകയാണ്, മേ ബി സം ഡേ രാജു. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ എൻ്റെ ഫ്രണ്ട്സ് ആയേക്കാം എന്ന് പറയുകയാണ്. സോ ഹിയർ വി ഹാവ് എ ക്വസ്റ്റ്യൻ. എന്താണ്? വാട്ട് ഡിഡ് രാജു ആസ്ക് ആര്യ അബൌട്ട് ദ പോസ്റ്റർ ഓൺ ഹെർ വാൾ ആൻഡ് ഹൗ ഡിഡ് ആര്യ റെസ്പോണ്ട്? ആര്യയുടെ ആ പോസ്റ്റർ കണ്ടിട്ട് രാജു എന്താണ് ചോദിച്ചത്, എന്തായിരുന്നു ആര്യ തിരിച്ച് മറുപടി കൊടുത്തത് എന്ന് അല്ലേ. അപ്പോൾ എന്താണ്?
രാജു ആസ്ക് ആര്യ ഹൂ ദ പീപ്പിൾ ഓൺ ദ പോസ്റ്റർ വേർ. ആ പോസ്റ്ററിലുള്ളത് ആരാണെന്ന് രാജു ചോദിച്ചു. ആര്യ സെഡ് ദേ വർ ഭാവന, അവനി ആൻഡ് മോഹന, ദ ഫസ്റ്റ് വിമൻ ടു ഫ്ലൈ ഫൈറ്റർ പ്ലെയിൻസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഫസ്റ്റ് ഫൈറ്റർ പ്ലെയിൻസ് ഓടിച്ച വിമനാണ് ആര്? ഇവരെല്ലാവരും അല്ലേ. പിന്നെന്താണ് രാജു ചോദിച്ചത്? വെൻ രാജു ആസ്ക് ഇഫ് ദേ വർ ഹെർ ഫ്രണ്ട്സ് ആര്യ ലാഫ്ഡ് ആൻഡ് സെഡ് മേ ബി സം ഡേ. പിന്നെ രാജു ചോദിച്ചു അവരെല്ലാവരും ചേച്ചിയുടെ ഫ്രണ്ട്സ് ആണോ? അപ്പോൾ എന്താണ് ആര്യ മറുപടി പറഞ്ഞത്? ആര്യ ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ഇല്ല, ഒരിക്കൽ അവർ ചിലപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ആയേക്കാം. നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോകാം. ആര്യ സേവ്ഡ് അപ്പ് മണി ടു അറ്റൻഡ് ഫ്ലൈയിങ് സ്കൂൾ. ഷീ സ്പെൻഡ് ഇയേഴ്സ് സ്റ്റഡിയിങ്. ഷീ സാറ്റ് അലോങ് വിത്ത് പൈലറ്റ്സ് ടു ലേൺ ഫ്രം ദം. She worked hard and ate a lot of carrots. Amma always said carrots are great for the eyes. Finally, she is ready to sit in the cockpit herself. Today is a special day for Arya. That's her in the cockpit. She is very excited because there are 2 special passengers on her plane this morning. Ladies and gentlemen, this is your captain Arya. Welcome aboard. Chechi, Raju was thrilled. Yes, my daughter. Raju's mother hugged him. അപ്പോൾ നോക്കിക്കേ, ആര്യ സേവ്ഡ് മണി ടു അറ്റൻഡ് ഫ്ലൈയിങ് സ്കൂൾ. അപ്പോൾ ഫ്ലൈയിങ് സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആര്യ സേവ് ചെയ്യാൻ തുടങ്ങി. ഷീ സ്പെൻഡ് ഇയേഴ്സ് സ്റ്റഡിയിങ്. ഒരുപാട് വർഷങ്ങൾ തന്നെ ആര്യ അതിനായിട്ട് തയ്യാറെടുത്തു, പഠിച്ചു. ഷീ സാറ്റ് അലോങ് വിത്ത് പൈലറ്റ്സ് ടു ലേൺ ഫ്രം ദം. പൈലറ്റ്സിൻ്റെ കൂടെ മിക്കവാറും ഇരുന്ന് അവരിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ആര്യ ശ്രമിച്ചു. ഷീ വർക്ക്ഡ് ഹാർഡ് ആൻഡ് ഏറ്റ് എ ലോട്ട് ഓഫ് ക്യാരറ്റ്സ്. ഒരുപാട് കഠിനമായിട്ട് തന്നെ ആര്യ വർക്ക് ചെയ്തു. പിന്നെ ഒരുപാട് ക്യാരറ്റ്സ് കഴിക്കുമായിരുന്നു ആര്യ. എന്താണ്? അമ്മ ഓൾവേസ് സെഡ് ക്യാരറ്റ്സ് ആർ ഗ്രേറ്റ് ഫോർ ദി ഐസ്. ആര്യയുടെ അമ്മ എപ്പോഴും പറയും കണ്ണിന് നല്ലതാണ് ക്യാരറ്റ് കഴിക്കുന്നത്, കണ്ണിന് നല്ലതാണെന്ന് എപ്പോഴും പറയും. ഇപ്പോൾ പൈലറ്റ്സൊക്കെ ആകുമ്പോൾ നല്ല കാഴ്ചശക്തിയും എല്ലാം വേണമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആര്യ ഒരുപാട് ക്യാരറ്റൊക്കെ കഴിക്കുമായിരുന്നു. ഫൈനലി ഷീ ഈസ് റെഡി ടു സിറ്റ് ഇൻ ദ കോക്പിറ്റ് ഹെർസെൽഫ്. അങ്ങനെ അവസാനം ആര്യ കോക്പിറ്റിൽ, അതായത് പൈലറ്റായി മാറി. ടുഡേ ഈസ് എ സ്പെഷ്യൽ ഡേ ഫോർ ആര്യ. ഇന്ന് ആര്യയ്ക്ക് ഒരു സ്പെഷ്യൽ ഡേ ആണ്. എന്താണ് കാരണം? ദാറ്റ്സ് ഇൻ ദ കോക്പിറ്റ്. ഇന്ന് കോക്പിറ്റിലിരിക്കുന്നത് ആരാണ്? ആര്യയാണ്. ഷീ ഈസ് വെരി എക്സൈറ്റഡ് ബിക്കോസ് ദർ ആർ 2 സ്പെഷ്യൽ പാസഞ്ചേഴ്സ് ഓൺ ഹെർ പ്ലെയിൻ ദിസ് മോർണിംഗ്. അന്നത്തെ മോർണിംഗിൽ ഫ്ലൈറ്റിൽ 2 സ്പെഷ്യൽ പാസഞ്ചേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ആര്യ എല്ലാവരെയും വെൽക്കം ചെയ്യുകയാണ്. ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ, ദിസ് ഈസ് യുവർ ക്യാപ്റ്റൻ ആര്യ, വെൽക്കം എബ്രോഡ്. അങ്ങനെ എല്ലാവരെയും വെൽക്കം ചെയ്യാണ്. അപ്പോൾ ആ വെൽക്കമിങ് കേട്ടിട്ട് രാജു ത്രിൽഡ് ആവുകയാണ്. രാജു പറയണ ചേച്ചി. അപ്പോൾ രാജുവിൻ്റെ അമ്മ രാജുവിനെ ഹഗ് ചെയ്തിട്ട് പറയണ അതെ എൻ്റെ മകൾ എന്ന് അഭിമാനത്തോടു കൂടി പറയുകയാണ്. അപ്പോൾ ആ സ്പെഷ്യൽ പാസഞ്ചേഴ്സ് ആരായിരുന്നു? ആര്യയുടെ അമ്മയും ആര്യയുടെ ബ്രദറും ആയിരുന്നു അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഈ സ്റ്റോറി ഇഷ്ടമായോ അല്ലേ? നമ്മളൊരു അംബീഷൻ വെച്ചാൽ നമ്മളതിനായിട്ട് കഠിനമായിട്ട് പ്രയത്നിക്കുകയും ചെയ്താൽ നമുക്ക് അതിലേക്ക് എത്തിച്ചേരാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒരുപാട് കഠിനമായിട്ട് പ്രയത്നിക്കണം കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് എഴുതിയ ഓഥറിനെ കുറിച്ച് നോക്കാം അല്ലേ. About the author. Nandita Jayaraj is an independent science journalist and author who co-founded the media platform thelifescience.com. She is also an author or co-author of many books such as Anna's Extraordinary Adventures with Weather, 31 Fantastic Adventures in Science, and most recently Lab Hopping, a journey to find India's women in science. സോ ഇവിടെ നമുക്ക് ഗ്ലോസറി തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ന്യൂ വേർഡ്സ് നോക്കിയേ. ആസ്ട്രോനട്സ്, പീപ്പിൾ ട്രെയിൻ ടു ട്രാവൽ ആൻഡ് വർക്ക് ഇൻ സ്പേസ്. സ്പേസിൽ പോകാൻ വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്തിട്ടുള്ള ആളുകളാണ് ആര്? ആസ്ട്രോനട്സ്. ഇനി കോക്പിറ്റ്, ദ ക്യാബിൻ ഓർ കൺട്രോൾ റൂം ഓഫ് ആൻ എയർക്രാഫ്റ്റ്. എയർക്രാഫ്റ്റിൻ്റെ ക്യാബിൻ അല്ലെങ്കിൽ അവിടെ പൈലറ്റും എല്ലാവരും ഇരിക്കുന്ന ആ ഒരു ഏരിയയാണ് കോക്പിറ്റ്. ഫൈറ്റർ പൈലറ്റ്, എ മിലിറ്ററി പൈലറ്റ് ട്രെയിൻ ടു ഫ്ലൈ കോമ്പാറ്റ് എയർക്രാഫ്റ്റ്. മിലിറ്ററി പൈലറ്റാണെന്ത്? ഫൈറ്റർ പൈലറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഗ്ലിറ്റർ പറഞ്ഞാൽ ഷൈൻ. സ്പേസ് സ്യൂട്ട്, സ്പെഷ്യൽ ക്ലോത്തിങ് ഡിസൈൻ ടു പ്രൊട്ടക്ട് ആസ്ട്രോനട്സ്. ആസ്ട്രോനട്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ക്ലോത്താണ് സ്പേസ് സ്യൂട്ട്. ട്രപ്പീസ് ആർട്ടിസ്റ്റ് എന്താണ്? എ പെർഫോമർ ഹൂ യൂസസ് എ ട്രപ്പീസ്. ട്രപ്പീസ് യൂസ് ചെയ്യുന്ന പെർഫോമറാണ് ട്രപ്പീസ് ആർട്ടിസ്റ്റ്. ഇനി നമുക്കിവിടെ 2 ആക്ടിവിറ്റീസ് ഉണ്ട്. നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണ്? യു ഹാവ് ഗോൺ ത്രൂ ദ ഡ്രീംസ് ഓഫ് ആര്യ. ആര്യയുടെ ഡ്രീംസൊക്കെ നമ്മൾ വായിച്ചല്ലോ അല്ലേ.
ഡു യു ഹാവ് ഡ്രീംസ്? നിങ്ങൾക്കതുപോലെ ഡ്രീംസ് ഉണ്ടോ? വാട്ട് ഡു യു വാണ്ട് ടു ബിക്കം ഇൻ യുവർ ലൈഫ്? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്താവാനാണ് ആഗ്രഹം? റൈറ്റ് അബൌട്ട് യുവർ ഡ്രീം. അങ്ങനെ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അതിനെക്കുറിച്ച് എഴുതുക. അപ്പോൾ ടീച്ചർ ഇവിടെ 2 എക്സാമ്പിൾസ് തരാം. അതുപോലെ നിങ്ങൾ എല്ലാവർക്കും ഒരേ ഡ്രീം ആയിരിക്കില്ല അല്ലേ? അപ്പോൾ അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഡ്രീം ഒന്ന് എഴുതി നോക്കുക. ഓക്കെ, ഫസ്റ്റ് എന്താണ്? വെൻ ഐ ഗ്രോ അപ്പ് ഐ വാണ്ട് ടു ബി എ ടീച്ചർ. എനിക്കൊരു ടീച്ചർ ആവാനാണ് ആഗ്രഹം. ഐ ലൈക്ക് ഹെൽപ്പിംഗ് അതേഴ്സ് ലേൺ ന്യൂ തിങ്സ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് സബ്ജക്ട്സ് ബെറ്റർ. എനിക്ക് മറ്റുള്ളവർക്ക് പുതിയ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനും ആ സബ്ജക്റ്റ് കൂടുതൽ അവരെ മനസ്സിലാക്കി കൊടുക്കാനും എനിക്ക് ഇഷ്ടമാണ്. I would love to be in a classroom teaching students and seeing them get excited about learning. അതുപോലെ ക്ലാസ് റൂമിൽ ഇരിക്കുന്നതും കുട്ടികളെ പഠിപ്പിക്കുന്നതും കുട്ടികൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ എക്സൈറ്റഡ് ആവണത് കാണുന്നതുമൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. മൈ ഡ്രീം ഈസ് ടു മേക്ക് സ്കൂൾ എ ഫൺ ആൻഡ് ഇൻട്രസ്റ്റിംഗ് പ്ലേസ് വെർ എവ്രി വൺ ക്യാൻ ലേൺ ആൻഡ് ഗ്രോ. എല്ലാവർക്കും പഠിക്കാനും വളരാനും പറ്റിയ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫണ്ണായിട്ടുള്ള ഒരു സ്കൂള്, അതാണ് എൻ്റെ ആഗ്രഹം. ഇനി നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് എക്സാമ്പിൾ ഓഫ് എ നേഴ്സാണ്. എന്താണ്? വെൻ ഐ ഗ്രോ അപ്പ് ഐ വാണ്ട് ടു ബി എ നേഴ്സ്. എനിക്ക് നേഴ്സാവാനാണ് ആഗ്രഹം. ഐ എൻജോയ് ടേക്കിംഗ് കെയർ ഓഫ് പീപ്പിൾ ആൻഡ് ഹെൽപ്പിംഗ് ദം ഫീൽ ബെറ്റർ വെൻ ദേ ആർ സിക്ക്. അവരെ കെയർ ചെയ്യണതും അതുപോലെ അവർക്ക് അസുഖമുള്ളപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യണതുമൊക്കെ എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. ഐ വുഡ് ലൈക്ക് ടു വർക്ക് ഇൻ എ ഹോസ്പിറ്റൽ വേർ ഐ ക്യാൻ അസിസ്റ്റ് ഡോക്ടേഴ്സ് ആൻഡ് പ്രൊവൈഡ് കംഫർട്ട് ടു പേഷ്യൻസ്. ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാനും അവിടെ ഡോക്ടേഴ്സിനെ അസിസ്റ്റ് ചെയ്യാനും അതുപോലെ പേഷ്യൻസിന് കംഫർട്ടാക്കാനും ഒക്കെ എനിക്ക് ഇഷ്ടമാണ്. മൈ ഡ്രീം ഈസ് ടു ഹെൽപ്പ് അതേഴ്സ് സ്റ്റേ ഹെൽത്തി ആൻഡ് റിക്കവർ ക്വിക്ക്ലി. എൻ്റെ ഡ്രീം എന്ന് പറയുന്നത് മറ്റുള്ളവരെ ഹെൽത്തി ആക്കാനും അതുപോലെ അസുഖമുള്ളവരെ വേഗം റിക്കവർ ആക്കാനും ഒക്കെയാണ് എൻ്റെ ആഗ്രഹം. ഇനി നമുക്ക് സെക്കൻഡ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഡ്രീം എഴുതി നോക്കുക കേട്ടോ. ഇനി സെക്കൻഡ് ആക്ടിവിറ്റി 2 എന്താണ്? ഹിയർ ഈസ് എ timeline of Arya's aspirations and dreams. Complete the timeline and write a few sentences about it. ഇപ്പോൾ 4 years ആയപ്പോൾ ആര്യയ്ക്ക് ട്രിപ്പീസ് ആർട്ടിസ്റ്റ് ആവാനായിരുന്നു ആഗ്രഹം. 8 years old ആയപ്പോൾ എന്താണ്? കൽപ്പന ചൗള ആസ്ട്രോനറ്റ് ആവാനായിരുന്നു ആഗ്രഹം അല്ലേ? 12 years ആയപ്പോൾ അമേലിയ എർഹാർട്ട് ആവാനായിരുന്നു, ഒരു പൈലറ്റ് ആവാനായിരുന്നു ആഗ്രഹം. 18 years ആയപ്പോൾ ഫൈറ്റർ പൈലറ്റ് ആവാനായിരുന്നു ആഗ്രഹം. എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ.